CPM സംസ്ഥാന സമ്മേളനത്തെപ്പറ്റി വാർത്ത മെനയാൻ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ എല്ലാ ശ്രമവും പൊളിഞ്ഞു. ചർച്ചയും തെരഞ്ഞെടുപ്പും മുൻകൂട്ടി പ്രവചിച്ച മാധ്യമങ്ങളെ ആകെ നിരാശയിലാഴ്ത്തിയാണ് 4 ദിനം നീണ്ട സമ്മേളനം കൊടിയിറങ്ങിയത്. നവകേരള രേഖ പൊളിച്ചെഴുതേണ്ടി വരുമെന്ന UDF പത്രത്തിന്റെ പ്രവചനം പച്ചതൊട്ടില്ല. നയവ്യതിയാനം ആവർത്തിച്ചതല്ലാതെ വ്യതിയാനം എന്തെന്ന് വ്യക്തമാക്കാതെയായിരുന്നു പത്രത്തിന്റെ കുപ്രചരണം. നയം മാറ്റം പിണറായിസമോ എന്ന ചോദ്യമുയർത്തി ഒരു ചാനൽ അന്തിച്ചർച്ചയും നടത്തി. അതിനെല്ലാം പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി നൽകി. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച അറിയാൻ ഒരു മാർഗവും ഇല്ലാതായപ്പോൾ സമ്മേളന നഗറിൽ മുകേഷ് MLA കണ്ടില്ലെന്നായി മാധ്യമങ്ങൾ. അത് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ കൊടിതോരണം അഴിപ്പിക്കാനുള്ള പെടാപ്പാട്. ആ മോഹവും തകർന്നതോടെ സമ്മേളന നഗറിൽ വിളമ്പിയ ഭക്ഷണത്തിന് ആർഭാടമെന്നായി. മാസങ്ങൾക്ക് മുമ്പ് കർഷക തൊഴിലാളികൾ സമ്മേളനത്തിനായി നട്ടുനനച്ച് വിളവെടുത്ത അരിയും നാടൻ പച്ചക്കറിയുമാണ് ഇതിനുപയോഗിച്ചതെന്ന വിവരം ബോധപൂർവം മറച്ചുവെക്കാൻ കുബുദ്ധികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. CPM സമ്മേളന നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അജ്ഞാത പ്രകടമാക്കുന്നതായിരുന്നു പല പ്രമുഖ ലേഖകരുടെയും വാർത്തകൾ. മൂന്നാമതും തുടർഭരണമെന്ന പ്രഖ്യാപനത്തെ പരിഹസിച്ച പത്രം ഒടുവിൽ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖാഭരണം പിടിക്കാനുള്ള തന്ത്രമെന്നാക്കി. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ മുൻകൂട്ടി പ്രവചിച്ച പ്രമുഖ മാധ്യമങ്ങളും നന്നായി എലിഭ്യരായി. 2 ദിവസം അന്ത്യചർച്ചയ്ക്കാക്കിയ വിഭവ സമാഹരണം എങ്ങനെയാണെന്ന് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് വിവരിച്ചതോടെ മാധ്യമങ്ങൾക്ക് ആകെ ക്ഷീണമായി. കാലം ആവശ്യപ്പെടുന്ന നിരവധി വിഷയങ്ങളാണ് സമ്മേളനം പ്രമേയമായി പാസാക്കിയത്. ഇതിൽ ഒന്നുപോലും ചർച്ചയാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചില്ല. മറിച്ച് വ്യാജ വാർത്തകളുടെ പ്രളയം സൃഷ്ടിക്കാനായിരുന്നു ഉത്സാഹം. പക്ഷെ അതെല്ലാം പൊളിഞ്ഞടങ്ങിയതിന്റെ നിരാശയോടെ അവർക്കെല്ലാം കൊല്ലം വിടേണ്ടി വന്നു.